ഒരു പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ. ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബട്ടർ സ്കോച്ച് പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോ വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിലും കാരമലൈസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാരമലൈസ് ചെയ്തെടുക്കുവാണ്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, കയ്പ്പായിരിക്കും, ഭയങ്കര കയ്പ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കാരമലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഗോൾഡൻ കളറിൽ നമുക്ക് കിട്ടണം. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു 12 ബദാമും ഒരു 10 കാഷ്യൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉള്ളെങ്കിൽ അങ്ങനെ എടുത്താലും മതിയാകും കേട്ടോ. രണ്ടും വേണമെന്ന് നിർബന്ധമില്ല. എന്നിട്ട് നമ്മൾ ആ കാരമലൈസ് ചെയ്തിരിക്കുന്നതിൻ്റെ അകത്തിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഓക്കെ, ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒന്നുകിൽ നിങ്ങളൊരു പ്ലേറ്റിൽ നെയ്യോ അങ്ങനെ എന്തെങ്കിലും തേച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ബട്ടർ പേപ്പറിൽ ചെയ്യുക. പിന്നെ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് ഒരല്പം ബട്ടറും കൂടെ ചേർത്തിട്ട് ചെയ്യുന്നതാവും ബെറ്റർ. ഇപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു സോസ് റെഡിയാക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കാരമലൈസ് ചെയ്ത പോലെ ഇതിനെയും കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് അതിനെ കാരമലൈസ് ചെയ്യാമെന്ന് വിചാരിക്കരുത്, കയ്പ്പ് ടേസ്റ്റ് ആയിപ്പോവും. ശ്രദ്ധിച്ച് വേണം കാരമലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര എല്ലാം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ബട്ടർ നല്ലതുപോലെ ഒന്ന് ഉരുകി വന്നോട്ടെ അതിൻ്റെ അകത്ത് കിടന്ന്. കണ്ടോ, ഫുള്ളായിട്ട് അങ്ങ് മെൽറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പിഞ്ച് അളവിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഒരു 3/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമാണ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം നമ്മുടെ ഫ്രഷ് ക്രീമാണ് കയ്യിലുള്ളതെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ കാരമലൈസ് ചെയ്തെല്ലാം കൂടി ഇങ്ങനെ കട്ട പിടിച്ച് കണക്ക് വരും. അപ്പോൾ അത് കാണുമ്പോൾ ടെൻഷനൊന്നും വേണ്ട. അത് ചൂട് കൊള്ളുമ്പോഴത്തേക്ക് വീണ്ടും അത് നല്ലതുപോലെ ഉരുകി ഈ നമ്മുടെ വിപ്പിംഗ് ക്രീമും ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒരു സോസിൻ്റെ പരുവത്തിന് നമുക്കിത് കിട്ടും. ഇപ്പോൾ ഇത് കട്ട കെട്ടിയതുപോലെയാണ് ഉള്ളത്. അപ്പോൾ വീണ്ടും അത് ചൂടാക്കുമ്പോഴത്തേക്ക് അത് വീണ്ടും മെൽറ്റായി നല്ലതുപോലെ തന്നെ നമുക്ക് കിട്ടും. കണ്ടോ, ഇപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുവാണ്. ഇതിൽ തന്നെ വെച്ചേക്കരുത്, വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ കാരമലൈസ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് വെച്ചിട്ടില്ലേ, അതും തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബദാമിൻ്റെ ആ മിക്സ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ആ 1 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മുടെ സോസ് ഉണ്ടാക്കിയില്ലേ, അതിൽ നിന്നൊരു 1/4 ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് നല്ലതുപോലെ തണുക്കണം കേട്ടോ. ഈ സോസ് നല്ലതുപോലെ തണുത്തിട്ട് വേണം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അതും കൂടെ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ട്രേയുടെ അകത്തേക്ക് ബ്രെഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ട്രേയുടെ അളവനുസരിച്ച് ബ്രെഡിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ സൈഡെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ സൈഡെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ബ്രെഡിൻ്റെ പീസായിട്ട് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് ഡിപ്പ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതേപോലെ ഒന്ന് അതിൻ്റെ ആ സോസിൻ്റെ അകത്തേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഫുൾ കവർ ചെയ്ത് നമ്മുടെ ട്രേ ഫുള്ളായിട്ട് കവർ ചെയ്ത് നമുക്കിങ്ങനെ വെക്കാം. കാണാനുള്ള ഭംഗി പോലെ തന്നെയാണ് കേട്ടോ, കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക.
ഇനി നമ്മൾ ഇതിൻ്റെ മേളിലത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായില്ലേ നമ്മുടെ ബദാമും കാഷ്യൂവും കൂടെ, അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഫുൾ കവർ ചെയ്തങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്, ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റി വയ്ക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ വിപ്പിംഗ് ക്രീമും നമ്മുടെ സോസും കൂടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായല്ലോ, അപ്പോൾ അത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്രീമിൽ ആ സോസ് ഒഴിച്ചതുകൊണ്ട് അതിനും ഈ ക്രീമിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊന്നുമില്ല, ഞാൻ കുറച്ച് മറ്റേ ബദാമിൻ്റെ ആ മിക്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റേതായ രീതിയിൽ വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുക. ഞാനിപ്പോൾ വെറുതെ അവിടെ ഇവിടെ ആയിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി നമ്മുടെ സോസിൽ ബാക്കി ഉണ്ടായിരുന്നത് അത് ഇതുപോലൊരു സ്പൂൺ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുവാണ്. ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ അവരവരുടെ ഐഡിയ എങ്ങനെയാണോ അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഒരു മിനിമം 3 to 4 hours, ഒരു 3 to 4 മണിക്കൂർ വരെ ഇതിനെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. 3 മണിക്കൂർ വയ്ക്കുമ്പോൾ തന്നെ ഏകദേശം ഒന്ന് സെറ്റ് ആയിക്കോളും. കണ്ടോ? അപ്പോൾ നമുക്ക് ഒരു അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ കുട്ടികൾക്ക് ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.